ഹായ്, ദിസ് ഈസ് ഡേ 3. ഇന്ന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പം എല്ലാ തവണയും പോലെ തന്നെ ഗൂഗിൾ മാപ്പിനെ നോക്കി വന്നു. ഗൂഗിൾ മാപ്പ് മൂഞ്ചിച്ചു. ഏതോ കാട്ടിൽ വന്ന് പെട്ടിട്ട് അവരെന്നെ അവിടെ വന്ന് വിളിച്ചു വരുത്തുക ചെയ്ത്. എന്നിട്ട് ഒരു തൊണ്ടിക്കൂടെ നടന്നൊക്കെയാണ് അവരുടെ വീട്ടിലേക്ക് തന്നെ. എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഒന്നുമില്ലായിരുന്നു, നമ്മളൊരു വെഡ്ഡിങ് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അവർ വിരുന്നിന് വേണ്ടിയിട്ട് ചുമ്മാ വീട് കാണാൻ വേണ്ടി വന്നപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. മതിയായ നല്ലൊരു വഴി ഉണ്ടായിട്ടും ഈ വഴി കൂടെയൊക്കെ നടന്ന് ആണ് ഞാനെങ്ങനെയാണ് എന്നാ ജസ്റ്റ് ഗൂഗിൾ മാപ്പിനെ നമ്പരുത്. സ്ഥലം അടിപൊളിയാട്ടോ. എൻ്റെ അമ്മ വീട് അടുത്ത് ഇതിപ്പം കരിങ്കുന്നത്ത് പഴയമറ്റെന്ന് പറയുന്നൊരു സ്ഥലമാണ്. സംഭവമാണ്. ഇവിടെ ഒരു തേക്കിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അടിപൊളിയായിരുന്നു. നമ്മൾ അവരുടെ വെഡ്ഡിങ്ങിന് പോയത്തേനും അവിടെ കണ്ട് പരിചയപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ കസിൻസ്, ഫാമിലി മെമ്പേഴ്സൊക്കെ. അവരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പയ്യിറങ്ങി. ഇനിയിപ്പോൾ പയ്യെ വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഇരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പള്ളിയിൽ പോകണം. നമ്മളിവിടെ അടുത്തുള്ള കരിങ്കുന്നം പുത്തമ്പള്ളിയിൽ പെരുന്നാളാണ്. എൻ്റെ അമ്മ വീടിൻ്റെ പള്ളിയും കൂടെ അത്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും ബാക്കി വീഡിയോസ് ഒന്ന് നോക്കാം. ഞാൻ പറയുമ്പോ പൊങ്ങിക്ക് 1 2 3 പൊങ്ങിക്ക്. പിന്നെ വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞത്തിന് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, നിനക്ക് നല്ല രീതിക്ക് വീഡിയോ എടുത്തിട്ടൂടെ, കുറച്ചുകൂടെ സെറ്റപ്പായിട്ടൊക്കെ എഡിറ്റ് ചെയ്തുകൂടെയാണ്. അത് ഗ്രാജുവലി ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യം തന്നെ നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റില്ല. നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിലും ആ സാധനം ചെയ്തു വരുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും ആ ഒരു രീതിക്ക് ഔട്ട് കിട്ടാനായിട്ട്. നിലവിൽ വർക്കിൻ്റെ തിരക്കുകൾ കാര്യങ്ങളെല്ലാം കാരണം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാം. തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പയ്യൻ്റെ അടുത്ത് കയറിയതാ. ജോയ്സ് ആൻഡ് ഹിസ്. എന്റെ പേരാണോടാ? ബ്രൂണോ. ബ്രൂണോ അവനെ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ ഇപ്പം. അങ്ങനെ എന്നാണ്ട് ബ്രൂണോ വിശേഷം? ആ വീട്ടിൽ 3 നാളിലുണ്ടല്ലോ. ഇന്ന് പറഞ്ഞത്തിന് വന്ന് കൊണ്ടുപോയടാ അവര്. വന്ന് അമ്മുവിന്റെ അടുത്തുള്ളവരാ. അവരിവിടെ വന്നു. ഇതെന്നാ സാധനടാ? ഒരു ഹായ് പറഞ്ഞു. ഒരു ഹായ് പറ. അതിന് വാല നല്ല ഇത് കൂട്ട് വന്നു തെറിക്കണേ. നിന്റെ പേര് ജോയ്സ് എന്നല്ല? ജോയ്സ്. എടാ നമുക്ക് അടുത്ത ദിവസം നേരത്തെ പോയ പോലെ മറ്റേ ഹൈക്കിങ്ങിന് പോണ്ടേ? എവിടെ പോണ്ടേ? നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓരോ മല കയറാനൊക്കെ പോവാറുണ്ട്. നമ്മള് ലാസ്റ്റ് ആയിട്ട് പോയത് എവിടെയാ? കുറിഞ്ഞി. കുറിഞ്ഞിക്കുമ്പം കയറാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഇനി കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു എന്നെ കൊണ്ട് പോകുള്ളൂ. മരുന്നൊന്നും. ബാക്കി വരട്ടെ. അപ്പം നമ്മള് കുറച്ച് ഹൈക്ക് പോലെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള പ്ലാനാണ്. എടാ പറയടാ. കുറച്ച് ഹൈക്ക് പോലുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പ്ലാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഓടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അത് തന്നെ. അപ്പൊ എന്തായാലും അന്നത്തെ കുറച്ച് വീഡിയോസ് കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഷോട്ടുകൾ ചുമ്മാ ഒന്ന് കണ്ടുവെക്ക്. ഈ മലയാണ് നമുക്ക് പോകേണ്ട മല. അതിന്റെ മുകളിൽ ചെല്ലണം. നോക്കാം. ഹായ്, നമ്മളിപ്പോ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. സാധാരണ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു റൂട്ടിൽ എങ്ങോട്ടേലും നടക്കൽ മാത്രമേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് നമുക്കിവിടെ അടുത്തൊരു അടിപൊളി മലയുണ്ട്, കുറിഞ്ഞി മല. അപ്പം മല കയറാനായിട്ട് വന്നേക്കുക. ഇന്ന് ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ട് ജോയ്സും ഉണ്ട്. ക്യാമറയും വെള്ളവും കാര്യങ്ങളും അതുതന്നെ എല്ലാ സാധനങ്ങളായിട്ട് ഇറങ്ങിയേക്കാണ്.
അപ്പം നമ്മുടെ ട്രെയിനിങ് കുറച്ചുകൂടെ അടിപൊളിയാക്കണം. കാരണം അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തിൻ്റെ തന്നെ ഒരു ഹൈക്കുണ്ട്. നിങ്ങളാലേക്ക് തന്നെ സംഭവം ഞാൻ എവറസ്റ്റ് കയറാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, ഒരു മാസം കൂടെ സമയമുണ്ട്. നവംബർ 18 പോകണം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയിലുള്ളൊരു അടിപൊളി മലയാണ്. കുറിഞ്ഞിമല എന്നാണ് അതിനെ പറയുന്നത്. അതിനെ കുറിഞ്ഞിക്കൂമ്പൻ. നമ്മുടെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയുടെ തുടക്കം, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ തന്നെ തുടക്കമാണെന്ന് പറയുന്ന ഒരു മലയാണിത്. കാരണം ഇതിനപ്പുറത്തേക്ക് മലകളൊന്നുമില്ല. നമ്മുടെ തൊടുപുഴയ്ക്കും പാലയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിലൂടെ ചുമ്മാ വരുന്നതാണ്. അപ്പോൾ വന്നിട്ട് ഒത്തിരി ആയി ഈ വഴിക്കൊക്കെ. അപ്പം ചുമ്മാ കയറിയേക്കാന്ന് വെച്ചു. ഇപ്പം ഇവിടെ തന്നെ അടിപൊളി കുറേ മലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറാനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് വേണം ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന് വെച്ചു. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നടന്നൊരു കുറച്ച് വഴി എത്തി കഴിഞ്ഞത്തേന് ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു. അവിടെ ഒന്ന് നിന്നതാണ്. അളിയനവിടെ മടുത്തിരിപ്പുണ്ട്. പൈസേ ആണ് നമ്മുടെ വെള്ളച്ചാട്ടം. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള അപ്പുറം വഴിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങാനുള്ള പാടാ പോവാം. ഓട് ചുമ്മാ പറഞ്ഞ. അപ്പം നമ്മളതിൻ്റെ മലയുടെ കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാറമടയുടെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സൈഡിൽ കൂടെ കയറി പോകാവുന്നേ ഉള്ളൂ. മുള്ളാണ്, മുള്ളു. We are encountered with some എട്ടുകാലി സ്പൈഡർമാനാണ്. പാവത്തിന്റെ വീട് നമ്മള് തകർത്തല്ലേ വീഡിയോ എടുത്തത്. പകുതി വഴിയോളം എത്തിയിട്ടുണ്ട്. പകുതി വഴിയായുള്ളൂ. അയ്യാ, ഇനി നടക്കാനുണ്ട്. വഴി ഭയങ്കര രസമായിക്കൊണ്ടിരിക്കുക. കുത്ത് കയറ്റം. ഇനിയിപ്പോൾ വരുമ്പോഴത്തേന് ഉടനെ തന്നെ കുറെ വള്ളിയെ തൂങ്ങാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ വരും. വഴികൾ തീരെ ക്ലേശവും ദുഃഖകരവുമായിക്കൊണ്ടിരിക്കുന്നു. ജോയ്സേ എങ്ങനെയുണ്ടാ? മടുത്തോ? എന്നാലും അയ്യോ, ഇത് നല്ല ടാസ്ക് ആട്ടോ. പണ്ടെന്നൊക്കെ പറയുന്നതിന് ഓടിക്കയറുമായിരുന്നു. ഇപ്പൊ വലിയ പാടാ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് തൂങ്ങാനുള്ള വള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അയ്യോ, ശരിക്കും ഒരു കാടിൻ്റെ പ്രതീതി. കാട് തന്നെയാണ്. ഇവിടെ കുരങ്ങനും സാധനങ്ങളൊക്കെ ഉള്ളതാ. ഇത് കൊള്ളാം. ഗുഹയ്ക്കകത്ത് വല്ല കടുവയൊക്കെ കാണും. നീ വ്ളോഗ് എടുക്കുവാണോടാ? ഓ, ഇനി ഇതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. ഇതൊക്കെ ഇവിടെ വലിഞ്ഞു കയറണം. ഊ, 12 seconds later. നമ്മളിത് ഭയങ്കര വലിയ മലയാണെന്നും മണ്ടാന്നൊക്കെ പറയും. പക്ഷെ ദുഃഖവെള്ളി സമയത്ത് 10, 70, 80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ നടന്നു കയറുന്ന വഴിയത്. ഇതൊരു കുരിശുമലയാണ്. അതായത് ദുഃഖവെള്ളി ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് റാലിയായിട്ട് ഇങ്ങോട്ട് വന്നു കയറും. ആ സമയം അങ്ങനെ കുഞ്ഞി പിള്ളേരെന്നോ വലിയ പിള്ളേരെന്നോ ഒന്നുമില്ല. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ വലിഞ്ഞു കയറും. ഓ, നമ്മളെത്തിട്ടോ? നമ്മളെത്തി. നമ്മളവിടെ നിന്ന് ആദ്യം നോക്കുക. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മൾ പറഞ്ഞ കുരിശ്. എടാ മാറ. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരെ വന്നത്. അപ്പുറം കുറച്ചുകൂടെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്.
ഭയങ്കര രസമാണ് അവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട്. ഇതാണ് കുറിഞ്ഞിക്കൂമ്പൻ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു അടിപൊളി ഹൈക്കിന് പറ്റിയ ഒരു സ്ഥലമാണ്. ഹൈക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ചുമ്മാ ഒരു നടന്നൊരു മല കയറുന്നതിൻ്റെ ഒരു ഫീലും. കയറി വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. കയറി വരുന്ന വഴി ഇച്ചിരി കഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമൊന്നുമല്ല, നല്ല എളുപ്പമുള്ളൊരു വഴിയാണ്. പക്ഷെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നേരം ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 6 മണി ഒരു സമയത്ത് കയറാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂവും കാണാൻ പറ്റും. നമ്മളിപ്പോൾ കയറിയ സമയം എന്നുണ്ട് ഇപ്പോൾ തന്നെ സമയം 10:30 അതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, വേർക്കാനൊക്കെ തുടങ്ങി, നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ ഒരുവിധം മുകളിലെത്തി. ഇതാണ് വ്യൂ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മളിനിയിപ്പോൾ ഇവിടെ അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് ഇനി പയ്യെ നടന്ന് ഓടി താഴെ ചെല്ലുമോ എന്തോ. ഇവിടെ കുറേ പൂമ്പാറ്റയൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ കുറേ കുരങ്ങനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ കുരങ്ങനൊന്നും കണ്ടിട്ടില്ല. ദേ ഒരു കുരങ്ങൻ. എടാ കുരങ്ങ, വാ കുരങ്ങ. ഓക്കെ, 1 2 3 ഓടിക്കോ. ചടിക്കോ. ഓ അയ്യേ നീ വയറിലാടാ, നീ വയറില. ഓക്കെ, 1 2 3 ഓടിക്കോ. ചടിക്കോ. ഓ അയ്യേ